സ്പൈ അല്ലെങ്കിൽ എസ്പിയോണാജ് സിനിമകൾ ഭയങ്കര ത്രില്ലിരുന്നൊരു ജാനറാണ്. അതിൽ ചില സിനിമകൾ യഥാർത്ഥ ഇവൻസിനെ ബേസ് ചെയ്തെടുത്ത സിനിമകളാകാം, മറ്റു ചിലത് ഫിക്ഷണൽ ആയിട്ടുള്ള ഇവൻസോ അല്ലെങ്കിൽ ക്യാരക്ടേഴ്സോ ഒക്കെ ചേർത്തതും. ഹലോ എവരിവൺ ആൻഡ് വെൽക്കം ടു വീക്കെൻഡ് റിവ്യൂസ്. ഇന്നത്തെ വീഡിയോയിൽ ഹോളിവുഡിലെ കണ്ടിരിക്കേണ്ട ചില സ്പൈ ഡ്രാമ സിനിമകളും സ്പൈ ആക്ഷൻ സിനിമകളും ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിനോടൊപ്പം അറിഞ്ഞിരിക്കേണ്ട ചില സ്പൈ യൂണിവേഴ്സുകളും. ഈ ലിസ്റ്റിൽ നിന്ന് സ്പൈ കോമഡി സിനിമകൾ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. അത് പിന്നീട് മറ്റൊരു വീഡിയോയിൽ നമുക്ക് സംസാരിക്കാം. This message will self-destruct in 5 seconds. ഈ ലിസ്റ്റിൽ വരുന്ന ആദ്യത്തെ സിനിമയാണ് ആർഗോ. ഇറാൻ ഹോസ്റ്റേജ് ക്രൈസിസിനെ ആസ്പദമാക്കി ബെൻ അഫ്ലക് ഡയറക്ട് ചെയ്ത് 2012 റിലീസ് ചെയ്ത സിനിമയായിരുന്നു ആർഗോ. 1979 മുതൽ 81 വരെ ഇറാനിലെ ടെഹ്റാനിലുള്ള അമേരിക്കൻ എംബസിയിൽ ചില US ഡിപ്ലോമാറ്റ്സിന് ബന്ദികളായി കഴിയേണ്ടി വന്നിരുന്നു. അവിടുന്ന് രക്ഷപ്പെട്ട ചിലർ കനേഡിയൻ എംബസിയിൽ എത്തുകയും ചെയ്തു. അവരെ രക്ഷിച്ച് US തിരികെ എത്തിക്കാൻ CIA കണ്ടെത്തിയൊരു വഴിയായിരുന്നു ഒരു ഫേക്ക് സയൻസ് ഫിക്ഷൻ സിനിമ എടുക്കുക എന്നത്. അല്ലെങ്കിൽ ഇറാനിൽ ഷൂട്ടിങ്ങിന് വന്ന ചില ഹോളിവുഡ് ക്രൂവിലെ മെമ്പേഴ്സ് ആണെന്ന വ്യാജേന അവരെ രക്ഷിക്കുക എന്നത്. ഈ മിഷൻ ഏൽപ്പിച്ചിരുന്നത് CIAയുടെ എക്സ്ട്രാക്ഷൻ സ്പെഷ്യലിസ്റ്റായ ടോണി മെൻഡസിനെ ആയിരുന്നു. സോ ഫിലിം ക്രൂവായി അവരവിടെ എത്തി ഇറാനിലെ റവല്യൂഷണറി ഗാർഡ്സിന്റെ കയ്യിൽ നിന്ന് എങ്ങനെ അവരെ രക്ഷപ്പെടുത്തും എന്നതാണ് ഈ സിനിമയുടെ പ്ലോട്ട്. ബെസ്റ്റ് പിക്ചർ, ബെസ്റ്റ് എഡിറ്റിംഗ്, ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ടർ എന്നിവയ്ക്ക് ഓസ്കാർ കിട്ടിയൊരു സിനിമ കൂടെയായിരുന്നു ആർഗോ. മ്യൂണിക്. സ്റ്റീവൻ സ്പീൽബർഗ് ഡയറക്ട് ചെയ്ത ഒരു സ്പൈ ആക്ഷൻ സിനിമയായിരുന്നു 2005 റിലീസ് ചെയ്ത മ്യൂണിക്. അറ്റ് ദിസ് പോയിന്റ് നമുക്ക് ഇസ്രായേൽ പലസ്തീൻ യുദ്ധത്തിനെ കുറിച്ചൊക്കെ നന്നായിട്ട് അറിയാം. അത് ജനറേഷൻസ് ആയിട്ട് അല്ലെങ്കിൽ സെഞ്ചുറീസ് പഴക്കമുള്ളൊരു കാര്യമാണ്. ആ ഒരു കോൺഫ്ലിക്റ്റിന്റെ ഭാഗമായി സംഭവിച്ച ഒന്നായിരുന്നു ബ്ലാക്ക് സെപ്റ്റംബർ അറ്റാക്ക്. അതായത് 1972 മ്യൂണിക് ഒളിമ്പിക്സിൽ വെച്ച് 11 ഇസ്രായേലി അത്ലറ്റ്സുകളെ ടെററിസ്റ്റുകൾ കൊന്ന സംഭവം. സോ റിവെഞ്ചിനായി ഇസ്രായേലിന്റെ സീക്രട്ട് സർവീസ് ഏജൻസിയായ മൊസാദ് ലോകത്തിന്റെ പല ഭാഗത്തായുള്ള ഈ ടെററിസ്റ്റുകളെ ഹണ്ട് ചെയ്യാൻ ഇറങ്ങുന്നു. മിഷന്റെ ഭാഗമായി ആ ഏജൻസ് എങ്ങനെ ആ കൊലകൾ നടത്തി, അതുപോലെ തന്നെ അവർ കടന്നുപോകുന്ന മെന്റൽ സ്ട്രെയിനും മോറൽ കോൺഫ്ലിക്റ്റും ഒക്കെ ഇവിടെ തീംസായി വരുന്നുണ്ട്. സ്പീൽബർഗിന്റെ വൺ ഓഫ് ദ ബെസ്റ്റ് സിനിമ എന്ന് കൂടെ പറയാവുന്ന ഒന്നാണ് മ്യൂണിക്. ബ്രിഡ്ജ് ഓഫ് സ്പൈസ്. ടോം ഹാങ്ക്സും സ്പീൽബർഗും ഒരുമിച്ച് സിനിമകൾ ചെയ്യുമ്പോൾ അത് എപ്പോഴും ക്ലാസിക്കുകളായി മാറാറുണ്ട്. ഇപ്പോൾ സേവിംഗ് പ്രൈവറ്റ് റയനോ അല്ലെങ്കിൽ ദ പോസ്റ്റോ അല്ലെങ്കിൽ ടെർമിനലോ ഒക്കെ. ഇത്തവണ നമുക്ക് കിട്ടിയത് ഏറ്റവും ബെസ്റ്റ് സ്പൈ ഡ്രാമ സിനിമകൾ ഒന്നുകൂടെ ആയ ബ്രിഡ്ജ് ഓഫ് സ്പൈസ് ആണ്. അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിലുള്ള കോൾഡ് വാറിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നടക്കുന്ന കഥയാണ് ഇവിടെ പറയുന്നത്. ഒരു അമേരിക്കൻ പൈലറ്റിനെ സോവിയറ്റ് യൂണിയൻ്റെ മണ്ണിൽ വെച്ച് അവർ അറസ്റ്റ് ചെയ്യുന്നു. അതേസമയം അമേരിക്കയിൽ വെച്ച് ഒരു സോവിയറ്റ് സ്പൈ ആയ റുഡോൾഫ് ഏബലിനെയും അമേരിക്ക അറസ്റ്റ് ചെയ്യുന്നു. ഇവരെ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യുക എന്ന മിഷൻ നെഗോഷിയേറ്റ് ചെയ്യാൻ ഏൽപ്പിച്ചിരുന്നത് ടോം ഹാങ്ക്സിൻ്റെ ക്യാരക്ടറായ ജെയിംസ് ഡി ഡൊണോവൻ എന്ന അമേരിക്കൻ ലോയറിനെയായിരുന്നു. സോവിയറ്റ് സ്പൈന് വേണ്ടി ബാധിക്കുന്ന ആ ലോയറിനും അയാൾക്ക് സൊസൈറ്റിയിൽ നിന്ന് നേരിടേണ്ടി വരുന്ന പ്രഷറുമൊക്കെയാണ് മറ്റൊരു പ്രധാന തീമായി ഇവിടെ വരുന്നത്. ബെസ്റ്റ് പിക്ചറും ബെസ്റ്റ് സ്ക്രീൻ പ്ലേ ഉൾപ്പെടെ 6 ഓസ്കാർ നോമിനേഷൻ കിട്ടിയൊരു സിനിമ കൂടെയായിരുന്നു ബ്രിഡ്ജ് ഓഫ് സ്പൈസ്. കോൾഡ് വാർ ബേസ് ചെയ്ത് വരുന്ന മറ്റൊരു സിനിമയാണ് തിങ്കർ ടാങ്കർ സോൾജർ സ്പൈ. ജോൺ ലീ കാരിയുടെ ഇതേ പേരിലുള്ള നോവലിനെ ബേസ് ചെയ്ത് വരുന്ന സിനിമയാണിത്. കോൾഡ് വാറിൻ്റെ സമയത്ത് ബ്രിട്ടീഷ് ഇൻ്റലിജൻസ് ഏജൻസിയിലുള്ള സോവിയറ്റ് ഡബിൾ ഏജൻസിനെ ഹണ്ട് ചെയ്യാൻ ബ്രിട്ടീഷ് ഇൻ്റലിജൻസ് ശ്രമിക്കുന്നതാണ് ഇതിൻ്റെ കഥ. ഈ ഗ്രൂപ്പ് ഓഫ് ഏജൻസിനെ വിളിച്ചിരുന്നത് സർക്കസ് എന്നായിരുന്നു. അതിൻ്റെ ഹെഡായി വന്നിരുന്നത് ഗാരി ഓൾമാൻ അഭിനയിക്കുന്ന ജോർജ് സ്മൈലി എന്ന ക്യാരക്ടറും. ഈ ലീ കാരിയുടെ സ്പൈ യൂണിവേഴ്സ് ബുക്കുകളിൽ വരുന്ന നിക് ഫ്യൂറി പോലത്തെ ഒരു ക്യാരക്ടറാണ് ഈ സ്മൈലി. ബ്രിട്ടീഷ് സിനിമകളെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് സ്പൈ സിനിമകളിലൊന്നാണ് തിങ്കർ ടാങ്കർ സോൾജർ സ്പൈ. ഇമിറ്റേഷൻ ഗെയിം. ബ്രിട്ടീഷ് മാത്തമാറ്റീഷ്യനും കോഡ് ബ്രേക്കറുമായ അലൻ ട്യൂറിങ്ങിൻ്റെ ലൈഫിനെ ബേസ് ചെയ്ത് വരുന്ന സിനിമയാണ് ഇമിറ്റേഷൻ ഗെയിം. ബെനഡിക്ട് കംബർബാച്ച് നായകനായി വരുന്ന ഈ സിനിമയിൽ പറയുന്നത് വേൾഡ് വാർ II സമയത്ത് ജർമ്മൻ ഇൻ്റലിജൻസിൻ്റെ എനിഗ്മ കോഡുകൾ ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന ബ്രിട്ടീഷ് ഇൻ്റലിജൻസിൻ്റെ ശ്രമങ്ങളെക്കുറിച്ചാണ്. നാസികളുടെ ഒരു അൺബ്രേക്കബിൾ ആയിട്ടുള്ള കോഡായിട്ടാണ് ഈ എനിഗ്മ കോഡിനെ അറിയപ്പെടുന്നത്. ഈ കോഡുകൾ ബ്രേക്ക് ചെയ്താൽ മാത്രമേ യുദ്ധത്തിൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ബ്രിട്ടീഷിന് എടുക്കാൻ കഴിയൂ. സോ ടൈം നഷ്ടപ്പെടുന്നതിന് മുമ്പ് ആ കോഡുകൾ ക്രാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് ഈ സിനിമയുടെ പ്രധാനപ്പെട്ട ഒരു തീം. ഹണ്ട് ഫോർ റെഡ് ഒക്ടോബർ. ഷോൺ കോണറി പ്രധാന വേഷത്തിൽ വരുന്ന സ്പൈ ത്രില്ലറാണ് ദ ഹണ്ട് ഫോർ റെഡ് ഒക്ടോബർ. കോൾഡ് വാർ സമയത്തെ അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിലുള്ള സബ്മറീനിയൻ കോൺഫ്ലിക്റ്റാണ് ഇവിടെ സബ്ജക്റ്റായി വരുന്നത്. ഇവിടെ ഷോൺ കോണറി ഒരു സോവിയറ്റ് നേവൽ കമാൻഡറായിട്ടാണ് വരുന്നത്. ടോം ക്ലാൻസി എന്ന അമേരിക്കൻ റൈറ്ററിൻ്റെ ഇതേ പേരിലുള്ള സ്പൈ നോവലിനെ ബേസ് ചെയ്തെടുത്ത സിനിമയാണ്. ജാക്ക് റയൻ എന്ന ക്യാരക്ടറിനും ഒരു സ്പൈ യൂണിവേഴ്സിന് തുടക്കമിടുന്നത് ഈ സിനിമയിലാണ്. ടോം ക്ലാൻസിയുടെ സ്പൈ യൂണിവേഴ്സിനെ കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പിന്നീട് പറയാം. ഇനി ചില പോപ്പുലർ ആക്ടേഴ്സ് വരുന്ന സ്പൈ സിനിമകൾ നമുക്ക് നോക്കാം. ലിയനാർഡോ ഡികാപ്രിയോയും റസൽ ക്രോയും പ്രധാന വേഷത്തിൽ വരുന്ന ബോഡി ഓഫ് ലൈസ്, ഹെൻറി കാവിലും ആർണി ഹാമറും ഒരുമിച്ച് വരുന്ന മാൻ ഫ്രം അങ്കിൾ, ബ്രാഡ് പിറ്റിന്റെ സ്പൈ ഗെയിംസ്, റോബർട്ട് ഡി നിറോന്റെ റോണിൻ, വിൽ സ്മിത്തിന്റെ എനിമി ഓഫ് ദ സ്റ്റേറ്റ്, റയാൻ ഗോസ്ലിംഗ്, ക്രിസ് ഇവാൻസ് എന്നിവരൊന്നിച്ച ഗ്രേമാൻ, ആഞ്ചലിന ജോളി പ്രധാന വേഷത്തിൽ വന്ന സോൾട്ട്, ചാർലീസ് തെറോൺ പ്രധാന വേഷത്തിൽ വന്ന അറ്റോമിക് ബ്ലോണ്ട്. ഇനി സ്പൈ യൂണിവേഴ്സ് സിനിമകളിലേക്ക് വന്നാൽ ഈ സിനിമകൾ റിയൽ ലൈഫ് ഇൻസിഡൻസിനെ ബേസ് ചെയ്തെടുത്ത സിനിമകളായിരിക്കില്ല. അതുപോലെ തന്നെ ആക്ഷന് പ്രാധാന്യം കൊടുക്കുന്ന
ഒരു ക്യാരക്ടറിനെ ഫോക്കസ് ചെയ്യുന്ന മൾട്ടിപ്പിൾ സിനിമകളായിരിക്കും. ഇപ്പോൾ സ്പൈ സിനിമകളെക്കുറിച്ച് പറയുമ്പോൾ ഒഴിവാക്കാൻ കഴിയാത്ത ഒന്നാണ് ജെയിംസ് ബോണ്ട് സിനിമകൾ. പൂർവ്വകാല ബ്രിട്ടീഷ് സ്പൈയും നോവലിസ്റ്റുമായിരുന്ന ഇയാൻ ഫ്ലെമിങ്ങിൻ്റെ നോവലുകളിൽ നായകനായി വരുന്ന ജെയിംസ് ബോണ്ട് ബ്രിട്ടീഷ് ഇൻ്റലിജൻസ് ഏജൻസിയായ MI6 ഒരു സ്പൈ ആണ്. പലതരത്തിലുള്ള ടെററിസ്റ്റുകളെയും വില്ലന്മാരെയും അയാൾക്ക് നേരിടേണ്ടി വരുന്നുണ്ടെങ്കിലും അയാളുടെ ഒരു ആർച്ച് നെമസിസ് അല്ലെങ്കിൽ മെയിൻ വില്ലൻ എന്ന് പറയാവുന്നത് ക്രിമിനൽ ഓർഗനൈസേഷനായ സ്പെക്ട്രം അവരുടെ ലീഡറായ ബ്ലോംഫെൽഡുമാണ്. 1962 ഇറങ്ങിയ ഡോക്ടർ നോ മുതൽ ഇതുവരെയുള്ള എല്ലാ ജെയിംസ് ബോണ്ട് സിനിമകളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാൻ കഴിയില്ല. പക്ഷേ ക്ലാസിക് സ്പൈ ഫിലിം ടച്ചുള്ള കണ്ടിരിക്കേണ്ട ചില ജെയിംസ് ബോണ്ട് സിനിമകൾ ഞാൻ മെൻഷൻ ചെയ്യാം. ഫ്രം റഷ്യ വിത്ത് ലവ്, ഗോൾഡ് ഫിംഗർ, ലൈസൻസ് ടു കിൽ, ഗോൾഡൻ ഐ, കാസിനോ റോയാലെ, സ്കൈഫോൾ. ആദ്യത്തെ ജെയിംസ് ബോണ്ട് സിനിമയായ ഡോക്ടർ നോയിന് ശേഷം ഷോൺ കോണറി ബോണ്ടായിട്ട് വരുന്ന രണ്ടാമത്തെ സിനിമയായിരുന്നു ഫ്രം റഷ്യ വിത്ത് ലവ്. അതുപോലെ തന്നെ ഭയങ്കര അണ്ടർറേറ്റഡ് ആയിട്ടുള്ള ജെയിംസ് ബോണ്ട് സിനിമകളാണ് തിമോത്തി ഡാൾട്ടൺ ബോണ്ടായിട്ട് വരുന്ന 2 ബോണ്ട് സിനിമകളും. 2000 ശേഷം എസ്പെഷ്യലി 2002 ഡൈ അനദർ ഡേ ഒരു കൊമേഴ്ഷ്യൽ ഫ്ലോപ്പ് ആയതോടുകൂടി ബോണ്ട് സിനിമകളുടെ പോപ്പുലാരിറ്റി കുറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ 2006 വീണ്ടും റീബൂട്ട് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് ഒരു മോഡേൺ ക്ലാസിക് സ്പൈ ആക്ഷൻ സിനിമ എന്ന് പറയാവുന്ന കാസിനോ റോയാലെയാണ്. ഏതൊരു ആക്ഷൻ മൂവി ഫാനും കണ്ടിരിക്കേണ്ട മസ്റ്റ് വാച്ച് ബോണ്ട് ഫിലിം അതുതന്നെയായിരിക്കും. കാസിനോ റോയാലും പിന്നെ അതിനുശേഷം വന്ന സ്കൈഫോളും സ്റ്റൈൽ കൊണ്ടും ട്രീറ്റ്മെൻറ്റ് കൊണ്ടും വളരെ ഡിഫറൻ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്ന സിനിമകളാണ്. പക്ഷേ ജെയിംസ് ബോണ്ട് എന്ന ക്യാരക്ടറിനെ റീഡിഫൈൻ ചെയ്ത അല്ലെങ്കിൽ പൊളിച്ചെഴുതിയ സിനിമകളായിരുന്നു ഇവ രണ്ടും. മിഷൻ ഇമ്പോസിബിൾ സീരീസ്. ഈ ടോം ക്രൂസിൻ്റെ മിഷൻ ഇമ്പോസിബിൾ സിനിമകൾ കാണാത്തവരായിട്ട് വളരെ കുറവായിരിക്കും. ഇപ്പോഴും ക്രിട്ടിക്കലി ആൻഡ് കൊമേഴ്ഷ്യലി സക്സസ് ആയി പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സ്പൈ ആക്ഷൻ സിനിമകൾ ചിലപ്പോൾ ഈ മിഷൻ ഇമ്പോസിബിൾ ഫ്രാഞ്ചൈസിലായിരിക്കും. എന്നാൽ ഈ ഫ്രാഞ്ചൈസിന് തുടക്കമിട്ടത് ടോം ക്രൂസിൻ്റെ ആദ്യത്തെ മിഷൻ ഇമ്പോസിബിൾ സിനിമയിലല്ല. അത് 1966 ഇറങ്ങിയ ഒരു TV സീരീസിലായിരുന്നു. പിന്നീട് 1988 അത് TV വന്നു. IMF അല്ലെങ്കിൽ ഇമ്പോസിബിൾ മിഷൻ ഫോഴ്സ് എന്ന സീക്രട്ട് സ്പൈ ഏജൻസിയിലെ മെമ്പേഴ്സായ ഈതൻ ഹണ്ടും അയാളുടെ ടീം മെമ്പേഴ്സിനും നേരിടേണ്ടി വരുന്ന ഇന്റർനാഷണൽ വില്ലന്മാരെയും കംപ്ലീറ്റ് ചെയ്യേണ്ടി വരുന്ന മിഷൻസുമാണ് മിക്ക സിനിമയിലും ഫോക്കസ് ചെയ്യുന്നത്. 7 സിനിമകൾ ഓവറാൾ റിലീസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതിൽ ഏറ്റവും ബെസ്റ്റായിട്ട് എനിക്ക് തോന്നിയത് മിഷൻ ഇമ്പോസിബിൾ 1, മിഷൻ ഇമ്പോസിബിൾ 3, റോഗ് നേഷൻ, ഫാൾ ഔട്ട് എന്നിവയാണ്. ഈ ഫ്രാഞ്ചൈസിലെ ഏറ്റവും അണ്ടർറേറ്റഡ് എന്ന് തോന്നിയ സിനിമ എനിക്ക് മിഷൻ ഇമ്പോസിബിൾ 3 ആയിരുന്നു. കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിപ്പിച്ച സിനിമയും അതായിരുന്നു. പക്ഷേ ഏറ്റവും ഫേവററ്റ് അല്ലെങ്കിൽ റിപ്പീറ്റ് വാല്യൂ ഉള്ള പടമായിട്ട് എനിക്ക് തോന്നിയത് 6th പാർട്ടായ മിഷൻ ഇമ്പോസിബിൾ ഫാൾ ഔട്ടാണ്. ഈ വർഷം റിലീസ് ചെയ്യുന്ന 8ാമത്തെ സിനിമയായ ഫൈനൽ റെക്കനിങ്ങോടുകൂടി ഈ മിഷൻ ഇമ്പോസിബിൾ സിനിമകൾ അവസാനിക്കുകയാണെന്നും പറയുന്നുണ്ട്. ബോണ്ട് സീരീസ്. മാറ്റ് ഡാമൻ മെയിൻ റോളിൽ വരുന്ന സ്പൈ ആക്ഷൻ സിനിമകളാണ് ഈ ബോണ്ട് സിനിമകൾ. ഇതിൽ ആദ്യത്തെ സിനിമയായ ബോണ്ട് ഐഡന്റിറ്റി സ്പൈ ആക്ഷൻ സിനിമകളിൽ തന്നെ ഒരു ഫ്രഷ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊണ്ടുവന്ന സിനിമയായിരുന്നു. റോബർട്ട് ലൂതം എഴുതിയ ബോണ്ട് നോവലുകൾ ബേസ് ചെയ്താണ് ഈ സിനിമകൾ എടുത്തിരിക്കുന്നത്. CIA ഏജന്റായ ജെയ്സൺ ബോണ്ട് ഒരു മിഷനിടയിൽ വെച്ച് ഒരു ആക്സിഡന്റ് പറ്റുകയും അയാൾക്ക് അത് കാരണം അംനീഷ്യ സംഭവിക്കുന്നു. താൻ ആരാണെന്ന് അറിയാതെ നിൽക്കുമ്പോൾ അയാളെ കൊല്ലാൻ മറ്റു ചിലർ ശ്രമിക്കുന്നു. ഓർമ്മ തിരിച്ചെടുക്കാൻ ശ്രമിക്കുന്ന അയാൾക്ക് കണ്ടെത്തേണ്ടി വരുന്നത് ആരാണ് അയാളെ കൊല്ലാൻ ശ്രമിക്കുന്നതെന്നും അതിന് പിറകിലെ ചില ഗവൺമെന്റ് കോൺസ്പിറസികളും എന്താണെന്നുമാണ്. ബോണ്ട് ഐഡന്റിറ്റി, സുപ്രീമസി, അൾട്ടിമേറ്റം എന്നിങ്ങനെ 3 സിനിമകളിലായി നീണ്ടു നിൽക്കുന്ന ഇവന്റ്സ് ആണ് ഇവിടെ പറയുന്നത്. പിന്നീട് ഈ സ്പൈ യൂണിവേഴ്സ് വലുതാക്കുക എന്ന ഉദ്ദേശത്തോടെ ജെറമി റണ്ണറിനെ നായകനാക്കി ബോണ്ട് ലെഗസി എന്ന സിനിമയും വന്നു. മാറ്റ് ഡാമൻ 2016 ഈ ഫ്രാഞ്ചൈസിലേക്ക് പിന്നീട് തിരിച്ചു വന്നിരുന്നു. 2-3 സിനിമകളായ സുപ്രീമസി, അൾട്ടിമേറ്റം എന്നിവ ഏറ്റവും ബെസ്റ്റ് സ്പൈ സിനിമകളും അതിനോടൊപ്പം തന്നെ ഏറ്റവും ബെസ്റ്റ് ആക്ഷൻ സിനിമകളുടെ കാറ്റഗറിയിൽ വരുന്ന സിനിമകളും കൂടെയാണ്. ജാക്ക് റയൻ സീരീസ്. അമേരിക്കൻ റൈറ്ററായ ടോം ക്ലാൻസിയുടെ നോവലുകളെ ബേസ് ചെയ്ത് വരുന്ന സിനിമകളാണ് ജാക്ക് റയൻ സിനിമകൾ. ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ഗെയിമേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പം ടോം ക്ലാൻസീസ് സ്പ്ലിൻഡർ സെൽ എന്നോ അല്ലെങ്കിൽ ടോം ക്ലാൻസീസ് റെയിൻബോ 6 എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. അതും ടോം ക്ലാൻസിയുടെ നോവലുകളെ ബേസ് ചെയ്ത് വരുന്ന ഗെയിമുകളാണ്. ഒരേ സ്പൈ ക്യാരക്ടറിനെ പല നടന്മാർ അഭിനയിച്ചത് ജെയിംസ് ബോണ്ട് സിനിമകളിൽ മാത്രമല്ല, ജാക്ക് റയൻ എന്ന ക്യാരക്ടർ പ്രധാന വേഷത്തിൽ വരുന്ന സിനിമകളും അത് സംഭവിച്ചിട്ടുണ്ട്. ഹണ്ട് ഫോർ റെഡ് ഒക്ടോബറിൽ അലക് ബാൾഡ്വിൻ, പാട്രിയറ്റ് ഗെയിംസ്, ക്ലിയർ ആൻഡ് പ്രസന്റ് ഡേഞ്ചർ എന്നിവയിൽ ഹാരിസൺ ഫോർഡ്, സം ഓഫ് ഓൾ ഫിയേഴ്സിൽ ബെൻ അഫ്ലെക്, ഷാഡോ റിക്രൂട്ട്സിൽ ക്രിസ് പൈൻ, പിന്നീട് ആമസോൺ പ്രൈമിന്റെ ജാക്ക് റയൻ സീരീസിൽ ജോൺ ക്രിസൻസ്കിയും ഇതേ വേഷം ചെയ്തിട്ടുണ്ട്. ഈ സിനിമകൾ തമ്മിൽ കണക്ഷൻ ഇല്ലെങ്കിലും ജാക്ക് റയൻ എന്ന ക്യാരക്ടർ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറായി ഈ നോവലുകളിൽ വരാറുണ്ട്. അതുപോലെ തന്നെ ഇറങ്ങിയ എല്ലാ സിനിമകളും അത്യാവശ്യം ക്വാളിറ്റിയുള്ള സ്പൈ ആക്ഷൻ സിനിമകൾ തന്നെയാണ്. ആമസോൺ പ്രൈമിന്റെ ജാക്ക് റയൻ സീരീസ് ഇതിന്റെ ഒരു റീബൂട്ട് ചെയ്ത വർഷമായിരുന്നു. കിങ്സ്മൻ സീരീസ്.
കിങ്സ്മാൻ എന്ന പേരുള്ള ഫിക്ഷണൽ ആയിട്ടുള്ള ഒരു ബ്രിട്ടീഷ് ഇൻ്റലിജൻസ് ഏജൻസിയെ ഫോക്കസ് ചെയ്യുന്ന സിനിമകളാണ് കിങ്സ്മാൻ സിനിമകളിൽ പറയുന്നത്. ഇത് ആക്ച്വലി മാർവൽ കോമിക്സിൻ്റെ കീഴിൽ വരുന്ന കോമിക് ബുക്കുകളെ ബേസ് ചെയ്ത് വരുന്ന കഥകളാണ്. സോ ഭാവിയിൽ വേണമെങ്കിൽ മാർവലിൻ്റെ ഏജൻസ് ഓഫ് ഷീൽഡുമായിട്ടൊക്കെ വേണമെങ്കിൽ ഒരു ക്രോസ് ഓവർ സംഭവിക്കാവുന്നതാണ്. കോളിൻ ഫിർത്തും ടാരൻ എഗർട്ടണും പ്രധാന വേഷത്തിൽ വരുന്ന കിങ്സ്മാൻ സിനിമകളിൽ സോഫാർ 3 സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. കിങ്സ്മാൻ ദ സീക്രട്ട് സർവീസ്, ദ ഗോൾഡൻ സർക്കിൾ, പിന്നെ പ്രീക്വലായ കിങ്സ്മാനും. ആദ്യത്തെ സിനിമ ഹിറ്റായിരുന്നെങ്കിലും പിന്നീട് വന്ന 2 സിനിമകൾ വലിയ സക്സസ് ആകാത്തതുകൊണ്ട് ആ ഒരു പോപ്പുലാരിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ കഴിയാത്തൊരു ഫ്രാഞ്ചൈസ് ആയിരുന്നു ഇത്. സോ ഇതാണ് കണ്ടിരിക്കേണ്ട ചില സ്പൈ സിനിമകളും അറിഞ്ഞിരിക്കേണ്ട ചില സ്പൈ യൂണിവേഴ്സുകളെ കുറിച്ചുള്ള എൻ്റെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലിലെ മറ്റ് വീഡിയോസ് ഒന്ന് കയറി നോക്കുക. കണ്ടന്റ് നിങ്ങൾക്ക് കൊള്ളാം, ഹെൽപ്ഫുൾ ആണെന്ന് തോന്നുന്നെങ്കിൽ ദയവായി ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു ബീക്കൺ റിവ്യൂസ്. അടുത്ത തവണ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.